സേവന പാതയിലെന്നും മുന്നിൽ ഞങ്ങൾ KMCC-ക്കാർ സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ പാവം പ്രവാസക്കാർ. സ്വന്തം വേദന ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്കായി പൊരുതുന്നോർ, സായുജ്യത്തിൻ നെടുവീർപ്പിട്ട് ജീവിതമിവിടെ കഴിക്കുന്നോർ. മരുഭൂനാട്ടിൽ വന്നുടലുന്ന പ്രവാസിക്കെന്നും താങ്ങായി, മാമലനാട്ടിൽ നിന്ന് വരുന്ന ഹജ്ജാജിമാർക്കും തുണയായി. മതസൗഹാർദ്ദ പാതയിലെന്നും മുസ്ലിം ലീഗിൻ തണലായി, മധുര മനോഹര ചരിതവുമായി അരനൂറ്റാണ്ടിൻ ഗുണമായി. സേവന പാതയിലെന്നും മുന്നിൽ ഞങ്ങൾ KMCC-ക്കാർ സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ പാവം പ്രവാസക്കാർ. ആശ്രയമില്ല രോഗികൾക്കായി CH സെന്ററും താങ്ങായി, ആശ്രിതരില്ലാ പാവങ്ങൾക്കും ആശ്വാസത്തിൻ തുണയായി. ആയിരം ആയിരം ബൈത്തുർ റഹ്മാൻ നാട്ടിൽ എന്നും തണലായി, ആഗ്രഹമുള്ളിൽ
അനാഥകൾക്കും ഇണയായി സേവന പാതയിലെന്നും മുന്നിൽ ഞങ്ങൾ KMCC-ക്കാർ സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കും ഞങ്ങൾ പാവം പ്രവാസക്കാർ സ്വന്തം വേദന ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്കായി പൊരുതുന്നോർ സായുജ്യത്തിൻ നെടുവീർപ്പിട്ട് ജീവിതമിവിടെ കഴിക്കുന്നു ആതുര സേവനം എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ ആതുര സേവനം എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചാരുതയോടെ KMCC വന്നിതാ പോരിശയോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ KMCC അന്തസ്സിൽ മുന്നേറുന്നേ സങ്കടമെന്നൊരു സംഗതിയാലെ നീറുന്നോരിൽ സാന്ത്വനമായി സാധുക്കളുടെ ഇല്ലായ്മകളിൽ എല്ലാം നൽകി കൂട്ടായി സൗജന്യമായി പാവങ്ങൾക്ക് പലതും നൽകി താങ്ങായി സഹതാപത്താൽ രോഗികളെയും ശുശ്രൂഷിച്ച് തുണയായി കഴിവോളം വിവാഹധന സഹായങ്ങൾ നൽകുകയായി ഇതുപോലെ റിലീഫുകളും മതിയേറെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم. السلام عليكم. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ആധുനിക സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പേങ്ങാട് പ്രദേശത്തു നിന്നും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ കോർത്തിണക്കിക്കൊണ്ട് GCC KMCC പേങ്ങാട് എന്നൊരു ഗ്രൂപ്പ് വാട്സപ്പിലൂടെ ഞങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രവാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരഹത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ പ്രയാസങ്ങൾ കടിച്ചമർത്തിയുള്ള ജീവിതത്തിൽ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെയാണ് കേവലം 1.5 മാസം കൊണ്ട് പേങ്ങാട്ടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസികളെയും ഈ ഗ്രൂപ്പിൽ അണിനിരത്തുവാനും വളരെ വിലപ്പെട്ട ചർച്ചകൾ ഗ്രൂപ്പിലൂടെ നടത്തുവാനും അതുവഴി പലവിധ പദ്ധതികൾ ഈ ഗ്രൂപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പദ്ധതികളുടെ ആദ്യ പരിപാടി എന്നോണമാണ് ഈ പ്രവർത്തനോദ്ഘാടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ വിവിധ പ്രോഗ്രാമുകളാണ് ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും വലിയ സ്വപ്നമാണ് അവൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ഈ സംഗമത്തിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും മദ്രസയിലെ പൊതുപരീക്ഷയിലും SSLC +2 തുടങ്ങിയ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും അഭിമാനകരമായ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും മഹല്ല് കൺവീനർ P. സീതി ഹാജിയെ ആദരിക്കുകയും ചെയ്യുന്ന
പരിപാടികളാണ് ഇന്നും നാളെയുമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന നമ്മുടെ സംഘാടകരെല്ലാം വളരെ കാലമായി പ്രവാസരംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ മതസാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായ ആളുകളാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള ലക്ഷ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ അടുത്ത സമയങ്ങൾക്കകം എത്തിച്ചേരുന്ന കെ മുഹമ്മദുണ്ണി ഹാജി MLA അവർക്ക് ആദ്യമായി ഞാൻ ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഠന ക്ലാസ് നടത്തുവാൻ വന്നിട്ടുള്ള ഇമ്പിച്ചുവ മാസ്റ്റർ അവർക്കും ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഈ വേദിയിലുള്ള നമ്മുടെ വാർഡ് മെമ്പർ KT ഖൈറുന്നിസ, നമ്മുടെ മഹല്ല് കാരണവരായ മൊയ്തീൻകുട്ടി ഹാജി, മൊയ്തീൻ ഹാജി, വീരാൻ ഹാജി, സെയ്ദ് മുഹമ്മദ് കോയക്ക, ചെറിയാപ്പു ഹാജി, അബ്ദുറഹ്മാൻ സാഹിബ്, ഷാഹുൽ ഹമീദ്, PK മുസാജി, KT അഹമ്മദ് കോയക്ക, T അഹമ്മുക്ക, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ മൊയ്തീൻകുട്ടി ഹാജി, ഹംസ ഹാജി, KT ഗഫൂർ, KT മരക്കാർ ഹാജി, ഇവർക്കെല്ലാവർക്കും, കൂടാതെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ഉമ്മ-പെങ്ങന്മാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി KT ഷക്കീർ ബാബുവിനെ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ആദരണീയരായ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഏറ്റവും സന്തോഷവും അഭിമാനവും മുറ്റി നിൽക്കുന്ന ഒരു വേദിയിലാണ് നമ്മളേവരും നിലകൊള്ളുന്നത്. പേങ്ങാടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് പേങ്ങാട്ടെ പ്രവാസി സഹോദരന്മാർ, നാട്ടിലുള്ള പ്രവാസി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ പ്രവാസി കുടുംബാംഗങ്ങളെയും എല്ലാവരും 2 ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികളും മഹത്തായ പദ്ധതികളുമായിട്ട് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒത്തുചേരുന്ന ഒരു മഹത്തായ സദസ്സും സംരംഭവുമായതുകൊണ്ടാണ് ഇതൊരു സന്തോഷകരമായ മുഹൂർത്തം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാസി സമൂഹം എന്ന് പറയുന്നത് ഏതൊരു പ്രദേശത്തും നമ്മൾ മറ്റൊരു തരത്തിലായിട്ടാണ് പ്രവാസികളെ കാണുക. പ്രവാസികളെ പിരിവിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക, നാടിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള മതപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സകലമാന പുരോഗതിക്കും നമ്മൾ ആദ്യം സമീപിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് പ്രവാസികളാണ്. പ്രവാസികളുടെ
അടുത്തു പോയിട്ടാണ് നമ്മുടെ ഇത്തരം എല്ലാ സംരംഭങ്ങൾക്കും നമ്മൾ തുടക്കം കുറിക്കുക. പക്ഷെ പ്രവാസികൾ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിൻ്റെ നൊമ്പരങ്ങളെക്കുറിച്ച്, ആ ഒരു സമൂഹത്തിൻ്റെ വേദനകളെക്കുറിച്ച്, അവരുടെ വിരഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളുടെ കാഠിന്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം മറന്നു പോവാറാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നിന്ന് ഇതുപോലെ കളിച്ചും ചിരിച്ചും അവരവരുടെ കുടുംബങ്ങളിൽ അവരുടെ കുട്ടികളുടെ കൂടെ, അവരുടെ പ്രിയതമയുടെ കൂടെ, അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ കൂടെ എല്ലാം ഈ നാട്ടിൽ ജീവിക്കുവാനും ഇവിടെ പ്രവർത്തിക്കുവാനും ഇവിടെ തൊഴിലെടുക്കുവാനും ഇവിടെ ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന നമ്മളെ ഏവരെപ്പോലെയുള്ള മനുഷ്യജീവികളാണ് പ്രവാസികൾ. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ശോഭനമായ ഭാവിക്ക് വേണ്ടി നമ്മുടെ ഉപ്പയെ ആലോചിച്ച്, അവരുടെ ഉമ്മയെ ആലോചിച്ച്, അവരുടെ കുട്ടികളുടെ മഹത്തായ ഭാവിക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ സഹോദരിമാരുടെ കല്യാണത്തിന് വേണ്ടി, വീടെന്ന മഹത്തായ സ്വപ്നത്തിന് വേണ്ടി, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഒരു പ്രവാസി ഇവിടെ നിന്ന് യാത്ര പോവുക. നമുക്കറിയാം, നമുക്ക് അവരെ യാത്ര അയക്കാനും അവർ വരുമ്പോൾ അവരുടെ വലിയ പെട്ടികളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല മനോഹരമായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ യാത്ര അയക്കുന്ന ആ പ്രവാസിയുടെ വിരഹവേദനയെക്കുറിച്ച്. ഇവിടുന്ന് നമ്മുടെ എല്ലാം വിട്ട് അതുപോലെ തന്നെ ഒരു നീണ്ട പ്രവാസത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലെ സഹോദരന്മാർ ആ പ്രവാസിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വീട്ടിലുമുള്ള നിങ്ങളുടെ ഉപ്പയുടെ, നിങ്ങളുടെ സഹോദരൻ്റെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ അനുജൻ്റെ, നിങ്ങളുടെ ഏട്ടൻ്റെ ആരെങ്കിലും ഒരാൾ പ്രവാസിയായിരിക്കും. ആ പ്രവാസിയുടെ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച് എന്ത് ബോധ്യമാണ് സഹോദരിമാരെ, സഹോദരന്മാരെ നമുക്കുള്ളത്? അവർ വളരെ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കി തന്ന രമ്യമനോഹരമായ വീടുകളിൽ നമ്മൾ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുകയാണ്. നമ്മൾ പറയും, എൻ്റെ വീട് എത്ര മനോഹരമാണ്, എൻ്റെ വീടിൻ്റെ നിലം എത്ര വില കൂടിയ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, എൻ്റെ മകൾ കഴുത്തിലണിയുന്ന സ്വർണത്തിൻ്റെ ആ പവൻ്റെ തൂക്കം എത്രയാണെന്നൊക്കെ. നിങ്ങൾ ആലോചിക്കുക, ഓരോ പ്രവാസിയുടെയും ഓരോ പ്രവാസ ജീവിതത്തിൻ്റെയും കഠിനമായ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ബാക്കി പത്രങ്ങൾ മാത്രമാണത്. നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രവാസി, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമുക്കറിയാം, നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ, നമ്മുടെ പേങ്ങാട് പ്രദേശത്തൊക്കെ കുറഞ്ഞ കാലത്ത് പ്രവാസ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരുപാട് പ്രവാസികളുടെ വേദനകൾ നമുക്കറിയാം. പ്രവാസികൾ പലപ്പോഴും നേരെ അവർ രോഗിയായിട്ടാവും വീട്ടിലേക്ക് വരിക. 5 കൊല്ലത്തെ 6 കൊല്ലത്തെ 3 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അവർ വരുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല ആരോഗ്യവാനായിട്ടും സുമുഖനായിട്ടും സുന്ദരനുമായിട്ടും നല്ല പണക്കൊഴുപ്പിലൊക്കെ ആയിരിക്കും. 20 വർഷത്തെ 25 വർഷത്തൊക്കെ പ്രവാസ ജീവിതത്തിന് ശേഷം എനിക്ക് നേരിട്ടറിയാം, പല സുഹൃത്തുക്കളും പല ആളുകളും വളരെ വേദനയോടുകൂടി നേരിട്ട് ആശുപത്രികളിലേക്ക്, പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്ക്, കോഴിക്കോട്ട് ആശുപത്രികളിലേക്ക്, അങ്ങനെ നേരിട്ട് ആശുപത്രികളിലേക്ക് വരേണ്ട ഗതികേട് എത്ര പ്രവാസികൾക്കുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ ദുരന്തപൂർണമായ ജീവിതം പലപ്പോഴും നമ്മൾ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നീട്ടിപ്പരത്തി പറയുന്നില്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, പ്രവാസ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ അല്പം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുക, അവരോട് നമ്മൾ കൂറ് പുലർത്തേണ്ടതുണ്ട്. അവരോട്, ആ പ്രവാസ സമൂഹത്തോട് നമ്മൾ നീതി പുലർത്തേണ്ടതുണ്ട്. പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പണക്കൊഴുപ്പിന്റെ, ആഡംബരത്തിന്റെ ശീതള ഛായയല്ല. കഠിനമായ, നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പോലും 38-40 ഡിഗ്രിക്ക് താഴെ ചൂടുള്ള നമ്മുടെ ഈ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ പേങ്ങാടിന്റെ മണ്ണിൽ പോലും ചൂട് താങ്ങാൻ സാധിക്കാതെ നമ്മൾ AC ഫിറ്റ് ചെയ്തിരിക്കുകയാണ്.
പ്രിയങ്കരനായ കൊണ്ടോട്ടി നിയോജക മണ്ഡലം MLA കെ മുഹമ്മദ് ഉണ്ണിയാജി ആണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രിയങ്കരനായ ഇമ്പിച്ചി ബാവ മാസ്റ്ററാണ്. അദ്ദേഹം കൊണ്ടോട്ടി സ്വദേശിയാണ്. ഇതുപോലെയുള്ള കുടുംബ സദസ്സുകളിലും പിന്നെ അതുപോലെ തന്നെ കൗൺസിലിംഗ് അതുപോലെയുള്ള സംഗതികളിൽ വളരെ പരിചയ സമ്പന്നതയും അറിയപ്പെടുന്നതുമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ മനോഹരമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഉപയോഗപ്പെടുത്താൻ ബഹുമാന്യരായിട്ടുള്ള സഹോദരിമാരും സഹോദരന്മാരും ആ സമയം ചെലവഴിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആശംസ അർപ്പിക്കാനുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പിന്നെ അതുപോലുള്ള ആശംസാ പ്രസംഗങ്ങളും മറ്റും കാര്യങ്ങളും നടക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നിയോജക മണ്ഡലം MLA ബഹുമാന്യനായ മുഹമ്മദ് ഉണ്ണിഹാജി നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. GCC KMCCയുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ KT ഷക്കീർ ബാബു, ഇവിടെ സ്വാഗതം ആശംസിച്ച അബ്ദുൽ നാസർ, ഇവിടെ പഠന ക്ലാസ് എടുക്കുന്ന ഇമ്പിച്ചി ബാബു മാസ്റ്റർ, ആശംസകൾ അർപ്പിക്കുന്ന KT ഖൈറുനിസ വാർഡ് മെമ്പർ K മൊയ്തീൻകുട്ടി ഹാജി, K ഹംസ ഹാജി, KTA ഗഫൂർ, M ചെറിയാപ്പു ഹാജി, KC ഷാവുൽ അമീർ, K മുഹമ്മദ് ഹാജി, KT മരക്കാരൻ ഹാജി, T അഹമ്മദ്, PK യൂസുഫ്, ബദറുദ്ദീൻ പേങ്ങാട് തുടങ്ങിയ ഈ പ്രദേശത്തുള്ള ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിൽ സന്നിധരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയപ്പെട്ട പിഞ്ചു വിദ്യാർത്ഥികളെ, KMCCയുടെ കീഴിൽ ചെറുകാവ് പഞ്ചായത്തിലെ ഈ പേങ്ങാട് വെച്ച് നടത്തുന്ന കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഖത്തർ KMCCയുടെ ഇതുപോലത്തെ ഒരു കുടുംബ സംഗമം അവിടെയുള്ള പൊതുപ്രവർത്തകരെയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടി ഇന്നലെ അയിഞ്ഞിലത്ത് വെച്ച് നടക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല കുടുംബങ്ങളും കുടുംബ സംഗമം നടത്താറുണ്ട്. പക്ഷെ ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബ സംഗമം നടത്തുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്.
KMCCകളുടെ പ്രവർത്തനം നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ നല്ലവണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിക്കാൻ സാമ്പത്തിക സഹായം കൊടുക്കാനുമൊക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് വിശാല മനസ്കരായ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുടുംബസംഗമം തന്നെ വലിയ ഒരു ഗുണകരമായ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യമായും ഇന്ന് പാവപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ചെറുതും വലുതുമായ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും നല്ല നിലയിൽ ജനങ്ങളെ സേവിക്കുകയും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകന്മാരെന്നെ ധരിപ്പിച്ചത്. ഏതായാലും എനിക്ക് പറയാനുള്ളത്,